രാജ്യത്ത് കൊറോണ വൈറസ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയരുകയാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ തിങ്കളാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 3961 സജീവ കോവിഡ് കേസുകളാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ മുൻപ് സ്വീകരിച്ച കോവിഡ് വാക്സിനുകൾ പുതിയ വകഭേദങ്ങൾക്കെതിരെ എത്രത്തോളം ഫലപ്രദമാകുമെന്നും പുതിയൊരു തരംഗത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ രാജീവ് ബഹൽ ഈ ആഴ്ച ഇന്ത്യയിൽ 4 കൊറോണ വൈറസ് വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു. നിലവിൽ സിംഗപ്പൂർ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് സിംഗപ്പൂരിൽ ജനോം സീക്വൻസിൽ നടത്തിയ സാമ്പിളുകളിൽ ഭൂരിഭാഗവും JN1 വകഭേദമാണ്. എന്നാൽ ഈ JN1 വകഭേദം പൂർണ്ണമായും പുതിയ ഒന്നല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ കണ്ടെത്തിയ ഒമിക്രോണിന്റെ ഒരു ഉപവകഭേദമാണിത്. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും കോവാക്സിൻ പരീക്ഷണങ്ങളുടെ 3 ഘട്ടങ്ങളിലും പ്രധാന ഗവേഷകനുമായിരുന്ന ഡോക്ടർ സഞ്ജയ് റായ് JN1 വകഭേദത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. JN1 എന്നത് കൊറോണയുടെ ഒമിക്രോൺ വൈറസിന്റെ ഒരു ഉപവകഭേദമാണ്. ഇത് കണ്ടെത്തിയിട്ട് 1 വർഷത്തിലേറെയായി. ഇതൊരു പുതിയ വൈറസ് അല്ല. ഇത് ഗുരുതരമാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാണ്. JN1 വകഭേദത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് സാധാരണ ജലദോഷപ്പനി പോലെ നേരിയതോ അതിലും കുറഞ്ഞതോ ആയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. പുതിയ വകഭേദം അപകടകരമാകുമോ എന്നതിനെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിദഗ്ധർക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. നാഗ്പൂർ സർക്കാർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സൂപ്രണ്ടന്റും കൊറോണ മഹാമാരിയുടെ കാലത്ത് മഹാരാഷ്ട്ര സർക്കാർ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൽ അംഗവുമായിരുന്ന ഡോക്ടർ അവിനാഷ് ഗവേണ്ടയുടെ അഭിപ്രായത്തിൽ ഈ വകഭേദം ഒമിക്രോണിനേക്കാൾ തീവ്രത കുറഞ്ഞതാണ്. എന്നിരുന്നാലും ഇത് അതിവേഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് രോഗം ബാധിച്ചാൽ ഈ വകഭേദം വഴി അയാൾക്ക് വളരെ വേഗത്തിൽ നിരവധി ആളുകളിലേക്ക് രോഗം വ്യാപിപ്പിക്കാൻ കഴിയും. സാഹചര്യം അത്ര ഗുരുതരമല്ലാത്തതിനാൽ ആളുകൾ ഭയപ്പെടേണ്ടതില്ല. എന്നിരുന്നാലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവർ തീർച്ചയായും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വകഭേദം ബാധിച്ചവർ മറ്റുള്ളവരുമായി അകലം പാലിക്കുകയും തങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് രോഗം പടരാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കൊറോണ വൈറസ് വലിയ തോതിലാണ് ലോകം മുഴുവൻ വ്യാപിച്ചത്. അന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞം നടപ്പിലാക്കിയിരുന്നു. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ വാക്സിനുകളാണ് ഭൂരിഭാഗം പേർക്കും നൽകിയത്. ചിലർ റഷ്യൻ സ്പുട്നിക് വാക്സിനും സ്വീകരിച്ചിരുന്നു. എന്നാൽ 2-3 വർഷം മുൻപ് എടുത്ത ഈ വാക്സിനുകൾ നിലവിലെ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മഹാരാഷ്ട്രയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അവിനാഷ് ഫോൺവേ പറയുന്നത് 2 ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തവർക്ക് കുറച്ചെങ്കിലും പ്രയോജനം ലഭിക്കുമെന്നാണ്. ഈ വാക്സിനുകൾ ആദ്യത്തെ കോവിഡ് വൈറസിനെതിരെയാണ് നിർമ്മിച്ചത്. അവ ആദ്യ വൈറസിനെതിരെ പോലും പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല. വാക്സിൻ എടുത്തതുകൊണ്ട് കൊറോണ വരില്ല എന്ന് പറയാനാവില്ല. എന്നാൽ രോഗം വന്നാലും ലക്ഷണങ്ങൾ നേരിയതായിരിക്കും. 2 ഡോസും ബൂസ്റ്റർ ഡോസും എടുത്തവരിൽ പ്രതിരോധ ശേഷി കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 1-2 ഡോസ് മാത്രം എടുത്തവരുടെ പ്രതിരോധ ശേഷി കുറവായിരിക്കാം. അതേസമയം ഡോക്ടർ അവിനാഷ് ഗവേണ്ടയുടെ അഭിപ്രായത്തിൽ പഴയ വാക്സിനുകൾ നിലവിലെ വകഭേദത്തിൽ പ്രവർത്തിക്കില്ല. കൊറോണയ്ക്കെതിരെ എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നത് പ്രയോജനകരമാകും. ഇതിനായി ഓരോ വർഷവും പുതിയ വാക്സിനുകൾ വികസിപ്പിക്കേണ്ടി വരും. കാരണം പുതിയ വകഭേദങ്ങളിൽ പഴയ വാക്സിനുകൾ പ്രവർത്തിക്കില്ല. 1 വർഷം മുൻപ് നൽകിയ ഇൻഫ്ലുവൻസ വാക്സിൻ അടുത്ത വർഷം പ്രയോജനകരമല്ലാതെയാകും. പുതിയ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ കൊറോണയെ പൂർണ്ണമായി നിയന്ത്രിക്കണമെങ്കിൽ പുതിയ വാക്സിനുകൾ വികസിപ്പിക്കേണ്ടതായുണ്ട്. എന്നിരുന്നാലും ചില ആളുകളിൽ പഴയ വാക്സിനുകളിൽ നിന്നുള്ള പ്രതിരോധശേഷി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നിലവിലെ വകഭേദത്തിനെതിരെ പോരാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഗവേഷണം ചെലവേറിയതായതുകൊണ്ട് പുതിയ വാക്സിൻ ഉണ്ടാകുന്നത് പ്രായോഗികമല്ലെന്ന് ഡോക്ടർ അവിനാഷ് ഫോൺവേ പറയുന്നു. കൊറോണയുടെ പുതിയ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനാൽ ഓരോ തവണയും പുതിയ വാക്സിൻ ഉണ്ടാക്കുന്നത് പ്രായോഗികമല്ല. കാരണം ഗവേഷണത്തിന് ധാരാളം പണം ആവശ്യമാണ്. ഡോക്ടറെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. അന്നും ഇന്നും കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉണ്ടാകുന്ന ഒരു പനി മാത്രമാണ്. ചൈന തുടങ്ങി വെച്ച് പരിഭ്രാന്തിയാണ് ലോകം മുഴുവനും വിതച്ചത്. അതിന്റെ ഫലമായി ജനങ്ങൾ പരിഭ്രാന്തരാകുകയും ഐസൊലേഷനിൽ ആയ വൈറസ് ബാധിതർ എല്ലാം തീർന്നു എന്നുള്ള മാനസിക അവസ്ഥയിലായി മരണത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി മാസ്ക്, സാനിറ്റൈസർ, കോവിഡ് ടെസ്റ്റ് കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് തുടങ്ങിയ വസ്തുക്കൾ വലിയ വിലയ്ക്ക് ലോകമെമ്പാടും കച്ചവടം ചെയ്ത് ചൈന ലാഭം കൊയ്തു.